ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഈവൻസിനെ കുറിച്ചാണ്. അതായത് ജാവാസ്ക്രിപ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈവൻസ്. അതായത് നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനാണ് ഈവൻസ് എന്ന് പറയുന്നത്. ഉദാഹരണം, നമ്മളൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തു, അതല്ലെങ്കിൽ നമ്മളൊരു പേജ് ഓപ്പൺ ചെയ്തു, അതല്ലെങ്കിൽ ഒരു പേജ് ക്ലോസ് ചെയ്തു, അതല്ലെങ്കിൽ നമ്മളെ കീബോർഡിൽ എന്തെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്തു. ഇതിനനുസരിച്ച് നമ്മുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതിനാണ് നമ്മൾ ഈവൻസ് എന്ന് പറയുന്നത്. ഉദാഹരണം, പ്രധാനമായിട്ടും നമ്മൾ ഒരു ബ്രൗസറിൻ്റെ എവിടെയെങ്കിലും നമ്മൾ ഒരു ഭാഗത്ത് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ മറ്റു കീബോർഡിൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ഒരു വിൻഡോ ക്ലോസ് ചെയ്യുക, അതല്ലെങ്കിൽ വിൻഡോ ഓപ്പൺ ചെയ്യുക, അതല്ലെങ്കിൽ മൗസ് മൂവ് ചെയ്യിപ്പിക്കുക. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കണമോ അതല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമോ എന്നാണ് ഈവൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രധാനമായിട്ടും ജാവാസ്ക്രിപ്റ്റിൽ മൗസ് ഈവന്റ്, അതായത് മൗസിനോടനുബന്ധിച്ച് വരുന്ന ഈവൻസ് ക്ലിക്ക്, മൗസ് ഓവർ, മൗസ് ഔട്ട്, മൗസ് ഡൗൺ, മൗസ് അപ്പ്, മൗസ് മൂവ്, ഇങ്ങനെ മൗസുമായിട്ട് ബന്ധപ്പെട്ട ഈവൻസുകൾ ഇത്രയാണ് വരുന്നത്. അതേപോലെ തന്നെ കീബോർഡ് ഈവൻസ്, കീബോർഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈവൻസ്, അത് പ്രധാനമായിട്ടും കീ ഡൗൺ, അതേപോലെ തന്നെ കീ അപ്പ്. അതായത് നമ്മളൊരു കീയിൽ പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കീ അപ്പ് എന്ന് പറയുന്നത്, കീ ഡൗൺ എന്ന് പറയുന്നത്. ആ കീയിൽ നിന്ന് നമ്മൾ വിരലെടുക്കുന്ന ആ സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, കീ അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കീബോർഡിനെ വെച്ചിട്ടും ജാവാസ്ക്രിപ്റ്റിൽ ഈവൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫോം, നമ്മളൊരു ടെക്സ്റ്റ് ബോക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമാൻഡോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റോ ഏതെങ്കിലും ഒന്നുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈവൻസ് ആണ് ഫോം ഈവൻസ്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നതാണ് ഓൺ ഫോക്കസ്, അതായത് ഒരു ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ സബ്മിറ്റ്, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് ബട്ടണിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ സബ്മിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബ്ലർ, ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രത്യേകം നമ്മുടെ മൗസ് ഫോക്കസ് ചെയ്യുക. അതേപോലെ ചേഞ്ച്, നമ്മൾ ഏതെങ്കിലും ഒരു റേഡിയോ ബട്ടൺ അല്ലെങ്കിൽ ചെക്ക് ബോക്സ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു വാല്യൂ ചേഞ്ച് ചെയ്യുക. ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫോം ഈവൻസ് വരുന്നത്. അതേപോലെ തന്നെ വിൻഡോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് ഈവൻസ്, അതായത് ലോഡ്, അൺലോഡ്, അതേപോലെ റിസൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വിൻഡോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് ഈവൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ്, ഈ ഈവൻസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ക്ലിക്ക് ഈവൻസ് ആണ്. അതായത് നമ്മളൊരു മൗസ് ഏതെങ്കിലും ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ഫംഗ്ഷനാണോ വർക്ക് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒരു ക്ലിക്ക് ഈവൻസ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു HTML ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് സ്ക്രിപ്റ്റ് ടൈപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ നമ്മൾ ജസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, നമുക്ക് ഈ വെബ് പേജ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ജാവാസ്ക്രിപ്റ്റ് വർക്ക് ചെയ്യും. അപ്പോൾ ഈ ഭാഗം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് അത് വെബ്സൈറ്റിൽ ലോഡ് ചെയ്യാതിരിക്കാൻ, അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യാതെ തന്നെ ഇത് ലോഡ് ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യാം, ഇതിനെ നമുക്കൊരു കമൻ്റ് ആക്കി മാറ്റാം. അപ്പോൾ നമ്മൾ ഈ രൂപത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതൊക്കെ ഒരു കമൻ്റ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ നമുക്കിവിടെ വന്ന് ഒരു ഫംഗ്ഷൻ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഫംഗ്ഷൻ, അതിനുശേഷം നമുക്കിവിടെ വന്ന് ഫംഗ്ഷൻ, എന്നിട്ട് ഈ ഫംഗ്ഷന് നമ്മൾ ക്ലിക്ക് ഈവൻ്റ് എന്ന് പേര് കൊടുത്തു. ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ഈ പേര് തന്നെ വേണമെന്നില്ല, എന്ത് പേര് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ വന്ന് ക്ലിക്ക് ഈവൻ്റ് എന്ന പേരാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്ത് പേര് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ക്ലിക്ക് ഈവൻ്റ് എന്ന പേര് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്കിവിടെ വന്ന് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു മെസ്സേജാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ്, എന്നിട്ട് നമുക്ക് എന്താണോ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ മെസ്സേജ് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വന്ന് വെൽക്കം ടു JS എന്ന് ചേർത്ത് കൊടുത്തു. അറ്റ് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഓക്കെ, ഇത് നമ്മളൊരു കമൻ്റ് ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മളൊരു കമൻ്റ് ആക്കി ഇത് മാറ്റി, പക്ഷേ ഇത് നമ്മൾ ചേർത്ത് കൊടുക്കണം, അതല്ലെങ്കിൽ നമ്മുടെ വെബ് പേജ് ലോഡ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്കിത് ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ ഈ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനിതിനെ കമൻ്റ് ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. ഇനി നമ്മളിവിടെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫോം എന്ന് ചേർത്ത് കൊടുത്തു. ഫോമിൻ്റെ ആക്ഷനൊക്കെ ഞാനിവിടുന്ന് ഒഴിവാക്കി. ഓക്കെ, അതിനുശേഷം നമുക്ക്
ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ബട്ടൺ ആവുന്നത് കൊണ്ട് ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ വാല്യൂ എന്നുള്ളത് നമുക്കിവിടെ വന്ന് ക്ലിക്ക് ഹിയർ എന്ന് ചേർത്ത് കൊടുത്തു. എന്ത് വാല്യൂ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെ ക്ലിക്ക് ഹിയർ എന്ന് ഞാൻ ഇതിൻ്റെ വാല്യൂ ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഇതിൽ നമ്മളൊരു ഓൺ ക്ലിക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൺ ക്ലിക്ക് എന്ന് ചേർത്ത് കൊടുത്തു, ഈക്വൽ ടു, എന്നിട്ട് നമ്മളെ ഫംഗ്ഷൻ്റെ പേരെന്താണെങ്കിൽ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ക്ലിക്ക് ഈവൻ്റ് എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര്. അത് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. അതിവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ റൺ സെർവറിൽ ഇത് റണ്ണ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ വന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ ഇതുപോലെ വർക്ക് ചെയ്ത് വരും. അപ്പോൾ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്ത് വരാൻ വേണ്ടിയാണ് നമ്മൾ ഓൺ ക്ലിക്ക് എന്ന ഈവൻറ്റ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൺ ക്ലിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ വരുന്നതാണ് ഓൺ മൗസ് ഈവൻ്റ്. അതായത് നമ്മളൊരു മൗസ് അതിൻ്റെ മുകളിലൂടെ കൊണ്ടുപോകുമ്പോൾ അതിനനുസരിച്ച് ഒരു ഫംഗ്ഷന് വർക്ക് ചെയ്ത് വരാൻ വേണ്ടിയാണ് നമ്മൾ ഓൺ മൗസ് ഈവൻ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നൊരു പി എന്നുള്ള പാരഗ്രാഫ് ടാഗ് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓൺ മൗസ് ഈവൻ്റ് എന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പി എന്നുള്ള ടാഗിൻ്റെ ഉള്ളിൽ ഒരു പാരാമീറ്റർ ഓൺ മൗസ് ഈവൻ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓൺ മൗസ് ഓവർ എന്ന ഈവൻ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഓൺ മൗസ് ഓവർ എന്ന ഈവൻ്റ് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ആ മൗസ് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ഏത് ഫംഗ്ഷനാണോ നമുക്ക് വർക്ക് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ഒന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ പേര് ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് ഫംഗ്ഷൻ എന്നാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫംഗ്ഷൻ്റെ പേരെന്താണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഓക്കെ, നമുക്ക് എന്താണോ സ്ക്രീനിൽ ടെക്സ്റ്റ് വേണ്ടത് അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മൗസ് മൂവ് ഹിയർ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത പി എന്ന പാരഗ്രാഫ് നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്യാം. ഇനി വീണ്ടും ഇവിടെ വന്നൊന്ന് നമുക്കിത് ലോഡ് ചെയ്തു. ഇതിൻ്റെ മുകളിലൂടെ മൗസ് നമ്മൾ കൊണ്ടുപോയി വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഏതാണോ നമ്മൾ കൊടുത്തത് ആ ഫംഗ്ഷൻ നമുക്കിത് വർക്ക് ചെയ്തു വരും. അപ്പോൾ ഈ രൂപത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഓൺ മൗസ് ഓവർ എന്ന ഈവൻ്റ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് അടുത്തതായി ഫോക്കസ് ഈവൻ്റ് എന്ന ഇതൊന്ന് ചെയ്തു നോക്കാം. അതായത് നമ്മളൊരു ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ മൗസ് കൊണ്ടുപോയി വെക്കുമ്പോൾ എന്താണോ വർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണോ സംഭവിക്കേണ്ടത് അത് തീരുമാനിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓൺ മൗസ് ഈവൻ്റ് ഓൺ ഫോക്കസ് ഈവൻ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫോം വേണമെന്നില്ല, നമുക്കിവിടെ ഒരു H2ൻ്റെ ഉള്ളിൽ ഒരു ടെക്സ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. എൻ്റർ സംതിങ് ഹിയർ. ഇഷ്ടമുള്ള ടെക്സ്റ്റ് എന്താണെങ്കിൽ നമുക്കതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാണ്. ഇൻപുട്ട് ഇനി ഇവിടെ വന്ന് ടെക്സ്റ്റ് എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ ടെക്സ്റ്റിന് ID നമുക്ക് ചേർത്ത് കൊടുക്കാം. ID എന്നുള്ളത് എന്താണോ നമുക്കൊരു ID നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിന് ID ഇൻപുട്ട് 1 എന്ന് ഞാൻ ID ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോയ്സാണ്, എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതേപോലെ ഇതിന് ഒരു ഓൺ ഫോക്കസ് എന്നുള്ളൊരു ഫംഗ്ഷന് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ഇവൻറ്റ്സ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്, ഓൺ ഫോക്കസ്. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഫംഗ്ഷനാണോ വർക്ക് ചെയ്യേണ്ടത് ആ ഫംഗ്ഷനും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണോ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഡോക്യുമെൻറ്റ് ഡോട്ട് അതിനുശേഷം നമുക്കിവിടെ വന്ന് ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താണോ നമുക്ക് എലമെൻറ്റ്, അതായത് ഇതിൻ്റെ നമ്മൾ പേര് കൊടുത്തത് ഇൻപുട്ട് 1 എന്നാണ്, അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതിനൊരു സ്റ്റൈൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡോട്ട് അതിനുശേഷം നമുക്കിവിടെ വന്ന് സ്റ്റൈൽ. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്ന് ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് കളറാണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈക്വൽ ടു എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളൊരു കളറ് ചേർത്ത് കൊടുത്തു, ഗ്രീൻ എന്ന് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ മൗസ് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഭാഗം നമുക്ക് എന്ത് വരും,
ഗ്രീൻ കളറായിട്ട് വരും. എക്സാമ്പിൾ നമ്മൾ വാട്സപ്പിലൊക്കെ നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ ടൈപ്പിംഗ് എന്നൊരു മെസ്സേജ് ഒക്കെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അതൊക്കെ ഒരു ഓൺ ഫോക്കസ് എന്നൊരു മെത്തേഡ് വെച്ചിട്ടാണ് അവിടെ ചെയ്യുന്നത്. അതായത് അയാൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓൺ ഫോക്കസ് വർക്ക് ചെയ്യുകയും നമുക്കതിൻ്റെ ഈവൻറ്റ്സ് എന്താണോ നമ്മളെ സ്ക്രീനിൽ അത് ഡിസ്പ്ലേ ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ രൂപത്തിൽ തന്നെയാണ് ഓൺ ഫോക്കസ് വരുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് മൗസ് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേണ്ട ഫങ്ഷൻസ് വർക്ക് ചെയ്തു വരാൻ വേണ്ടിയാണ് ഓൺ ഫോക്കസ് ഉപയോഗിക്കുന്നത്. ഇതേപോലെ തന്നെ വരുന്നതാണ് കീബോർഡ് കീ ഡൗൺ ഈവൻറ്റ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കീയിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മെസ്സേജ് ആണോ നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണോ നമുക്ക് സംഭവിക്കേണ്ടത് അത് തീരുമാനിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, കീ ഡൗൺ ഈവൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ നമുക്കിവിടെ വന്ന് ഇതിൽ തന്നെ നമുക്ക് കീ ഡൗൺ ഈവൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഓൺ ഫോക്കസ് എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ ഇവിടെ വന്ന് ഓൺ കീ ഡൗൺ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൺ കീ ഡൗൺ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം എന്താണോ നമുക്ക് കീ ഡൗൺ ചെയ്യുമ്പോൾ ഏത് ഫംഗ്ഷനാണോ വർക്ക് ചെയ്യേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്നത് നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. അതിനുശേഷം നമുക്കൊരു അലേർട്ടായിട്ടാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അലേർട്ട് എന്ന് ചേർത്തതിന് ശേഷം നമുക്ക് സ്ക്രീനിൽ എന്താണോ മെസ്സേജ് വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പ്രസ്ഡ് എ കീ എന്ന് നമ്മളിവിടെ അലേർട്ടായിട്ട് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതൊന്ന് സേവ് ചെയ്ത് നമുക്കൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ മൗസ് കൊണ്ടുപോയിട്ട് കീബോർഡിൽ ഏതെങ്കിലും ഒരു കീയിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതുപോലെ സ്ക്രീനിൽ നമുക്കൊരു മെസ്സേജ് പ്രിന്റ് ചെയ്ത് വരും. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് സ്ക്രീനിൽ എന്തെങ്കിലും ഒരു പ്രത്യേക മെസ്സേജുകൾ, അതായത് നമ്മൾ കീബോർഡിൽ ഏതെങ്കിലും കീ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ എന്തെങ്കിലും മെസ്സേജുകളൊക്കെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഈ രൂപത്തിൽ കീ ഡൗൺ എന്ന ഈവൻറ്റ് ഉപയോഗിക്കുന്നത്. കീ ഡൗൺ എന്ന് പറഞ്ഞാൽ കീ പ്രസ് ചെയ്യുന്നത്, കീ അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്നും വിരൽ ലീവ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ അതിൽ നിന്നും വിരൽ എടുക്കുമ്പോൾ സംഭവിക്കുന്ന ഈവൻറ്റ്സ് ആണ് കീ അപ്പ് എന്ന ഈവൻറ്റ്. ഓക്കെ, ഇതേപോലെ തന്നെ അടുത്തത് വരുന്നതാണ് ലോഡ് ഈവൻറ്റ്. അതായത് നമുക്കൊരു വെബ് പേജ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ എന്ത് സംഭവിക്കണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലോഡ് ഈവൻറ്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഓൺ ലോഡ് ഈവൻറ്റ്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ബോഡി എന്ന ഭാഗത്താണ് നമ്മൾ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ വന്ന് ബോഡി എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ബോഡി അറ്റ് ലാസ്റ്റ് കൊണ്ടുപോയിട്ട് ക്ലോസ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്താണോ ബോഡി ഈവൻറ്റ്സ് വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബോഡി ഈവൻ്റ് ആയിട്ട് നമ്മൾ ഓൺ ലോഡ് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ആ പേജ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് സ്ക്രീനിൽ എന്ത് മെസ്സേജ് ആണോ പ്രിന്റ് ചെയ്യേണ്ടത് അത് നമുക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വിൻഡോ ഡോട്ട് അലേർട്ട്, അതിനുശേഷം നമുക്ക് ഇത് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിലായതുകൊണ്ട് നമ്മളിവിടെ വന്ന് സിംഗിൾ കൊട്ടേഷൻ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് എന്താണോ സ്ക്രീനിൽ മെസ്സേജ് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ മെസ്സേജ് വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പേജ് സക്സസ്ഫുള്ളി ലോഡഡ് എന്ന് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഫുൾ ലോഡഡ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത് റണ്ണ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പേജ് ലോഡ് ചെയ്ത് വരുമ്പോൾ തന്നെ ഈ രൂപത്തിൽ നമുക്ക് പേജ് സക്സസ്ഫുള്ളി ലോഡഡ് എന്ന് കാണിച്ചു തരും. അതായത് നമുക്ക് ഈ പേജ് എങ്ങനെയാണോ ലോഡ് ചെയ്ത് വരുന്നത് ആ നേരത്ത് തന്നെ നമുക്ക് ഇതുപോലെ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് വരാൻ വേണ്ടിയാണ് ഓൺ പേജ് ലോഡഡ് എന്ന് ഉപയോഗിക്കുന്നത്, ഓൺ ലോഡഡ് എന്ന ഈവൻറ്റ്സ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒട്ടനവധി ഈവൻറ്റ്സുകൾ വരുന്നുണ്ട്. അത് തുടർന്ന് നമ്മൾ പ്രൊജക്റ്റും അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഈവൻറ്റ്സുകൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ തുടർന്ന് വരുന്ന ക്ലാസ്സിലും നമ്മൾ ഏതാണ്ട് ഈവൻറ്റ്സുകളെ കുറിച്ച് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഏതാണ്ട് ഇവിടെ പറഞ്ഞ ഈവൻറ്റ്സുകളൊക്കെ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.